നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രസാദ്. അടുത്ത കാലത്ത് ധാരാളമായിട്ട് ഈ ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വരുന്നു, അറ്റാക്ക് വന്നു, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു, ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നിടക്ക് കുഴഞ്ഞു വീണ് മരിച്ചു, പാട്ടുപാടുന്നിടക്ക് കുഴഞ്ഞു വീണ് മരിച്ചു, വ്യായാമം ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു, എല്ലാം ധാരാളം കേൾക്കുന്നുണ്ട്. പലരുടെ ഉള്ളിലൊരു പേടിയുണ്ട്. എന്തുകൊണ്ട് ചെറുപ്പക്കാരിൽ ഇത് അധികരിച്ചു വരുന്നു? നമ്മൾ പഠിക്കേണ്ടത്, പണ്ടത്തെ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് അവർക്ക് റെസ്റ്റിലേക്ക് പോകാറുള്ളത്. അതിനുമുമ്പ് ധാരാളം അധ്വാനങ്ങളുണ്ടായിരുന്നു. ഇത്രയും വണ്ടികളില്ലാഞ്ഞ കാലത്ത് അത്യാവശ്യം നടക്കെല്ലാം ചെയ്യുമായിരുന്നു. എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ കാര്യങ്ങൾ വെച്ചിട്ട് തടി അനങ്ങുന്ന എന്തെങ്കിലും പ്രക്രിയകൾ ലൈഫിലുണ്ടായിരുന്നു. ഇന്ന് യുഗം മാറി. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വന്നതിന് ശേഷം മൊബൈൽ ഫോണിൽ എത്രയോ സമയം മൊബൈൽ ഫോണിൽ ബാക്കി സിസ്റ്റത്തിൻ്റെ മുമ്പിലായിരിക്കും ഇരിക്കുന്നത്. അധ്വാനങ്ങളോ വ്യായാമങ്ങളോ ഇല്ല. വ്യായാമത്തിന് സമയം കിട്ടുന്നില്ലെന്നുള്ളതാണ് സത്യം. ഭൂരിഭാഗം സമയവും മൊബൈലിലും ലാപ്പിലായിട്ട് ചിലവഴിക്കുക, ബാക്കി സമയം ഉറങ്ങി തീർക്കുക. ഭക്ഷണങ്ങളാണെങ്കിലോ ധാരാളം കൊഴുപ്പടങ്ങിയ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ജങ്ക് ഫുഡ്സും കാര്യങ്ങളും. മാത്രമല്ല ഒരു പ്ലാനിങ് ഇല്ല, ഭക്ഷണത്തെക്കുറിച്ചൊന്നും പഠിക്കുന്നുമില്ല. ചെറുപ്പം തൊട്ടേ പാരൻസ് കഴിപ്പിച്ച് പഠിപ്പിച്ചൊരു രീതി അങ്ങനെ തുടർന്ന് പോകുന്നു. എത്ര കാലം അത് പോകും? പണ്ട് 60-70 വയസ്സിലാണ് ദുർമേധസ് അടിഞ്ഞ് ബ്ലോക്കുകളുണ്ടായി അറ്റാക്ക് ഇതൊക്കെ വന്നിരുന്നെങ്കിൽ അത് 20-30 വയസ്സിലേക്ക് താന്നു കഴിഞ്ഞ് തിരിച്ചറിയാം. രക്തക്കൊള്ളുടെ ഭിത്തിയിൽ കംപ്ലീറ്റ് കൊഴുപ്പടിഞ്ഞ് LDL കൊളസ്ട്രോൾ അടിഞ്ഞ് കയറിയിട്ട് മുരിങ്ങാക്കോല് പോലെ ബ്ലോക്കുകൾ, മുഴകൾ നിറഞ്ഞ രക്തക്കൊലകൾ. ഒരു ഹൃദയത്തിൻ്റെ കൊറോണറി ആർട്ടറി എടുക്കാം. ഹൃദയത്തിൻ്റെ ഭിത്തിയിലും പേശികളാണെന്ന് ഓർക്കുക. ആ പേശികളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കൊലയാണ് കൊറോണറി ആർട്ടറികൾ. പ്രധാനമായിട്ട് 3 രക്തധമനികൾ, 3 ആർട്ടറികളാണ് മെയിനായിട്ടുള്ളത്. അതിൻ്റെ ബ്രാഞ്ചുകൾ തിരിഞ്ഞ് എല്ലാ കോശങ്ങളിലേക്കും, ഹൃദയത്തിൽ കുറേ മണ്ണിര പോലെയുള്ള കുഞ്ഞു കുഞ്ഞു മസിൽ ഫൈബേഴ്സ് കാണാം. ഇതിലേക്ക് രക്തോട്ടം കൊണ്ടുപോകുന്ന രക്തക്കൊഴലുകൾ. 1,00,000 കോടി കോശങ്ങളുണ്ടെങ്കിൽ 1,00,000 കോടി ചെറിയ രക്തക്കൊഴലുണ്ടാവും. ഇതിലൂടെയാണ് വായു, വെള്ളം, ഭക്ഷണം ഓരോ കോശങ്ങളിലേക്കും കിട്ടുന്നത്, ഹൃദയത്തിൻ്റെ ഭിത്തിയിലെ പേശികളിലേക്ക്. ഇതിൽ ഒരു മെയിൻ രക്തക്കൊഴൽ, വലിയ രക്തക്കൊഴൽ ഭിത്തിയിൽ ഒരു വലിയ ബ്ലോക്ക് വന്നു എന്ന് വിചാരിക്കുക. അത് 40% അല്ല 50% രക്തക്കൊഴൽ അടയുന്ന വലിപ്പത്തിൽ, അത് 60, 70, 80% പല വലിപ്പത്തിലായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് രക്തോട്ടം കുറയുമ്പോൾ, ഒരു വശത്തേക്ക് വേണ്ടത്ര രക്തോട്ടം കിട്ടാതെ വരുമ്പോൾ ആ ഹൃദയത്തിൻ്റെ ആ ഭിത്തിയിലേക്ക് ഓക്സിജൻ സപ്ലൈയും ഗ്ലൂക്കോസ് സപ്ലൈയും കുറയുന്നതനുസരിച്ച് സ്ട്രെയിൻ കൂടുന്നു. അപ്പോൾ നമ്മൾക്ക് എഫേർട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഹൃദയത്തിന് താങ്ങാൻ പറ്റാതെ വരുന്നു. അപ്പോഴാണ് ചെറിയ ചെസ്റ്റ് പെയിൻ, ഡിസ്കംഫർട്ട്, അഞ്ചൈന വരുന്നത്. നമ്മൾ ECG എടുക്കുമ്പോൾ ചെറിയ വേരിയേഷൻ കാണിക്കും. 5 ഗ്രാം ചെയ്ത് നോക്കും, ബ്ലോക്ക് ഉണ്ടെന്ന് കാണുന്നു. വലിയ ബ്ലോക്കാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. കുറച്ച് പ്രായം കഴിഞ്ഞ് മൾട്ടിപ്പിൾ ബ്ലോക്സിലേക്ക് ബൈപ്പാസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. ഈ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണ് മരിക്കലിൻ്റെ മെയിനായിട്ട് സംഭവം ഒന്ന് പ്ലാക്ക് റപ്ചർ എന്ന് പറയുന്നു. അതായത് ഹൃദയത്തിൻ്റെ ഭിത്തി, കൊറോണറി ആർട്ടറി ഭിത്തിയിൽ ഒരു വലിയ പ്ലാക്ക് റപ്ചർ വന്നിട്ട് പെട്ടെന്ന് അത് ബ്രേക്ക് ആവുന്നു. അതിൻ്റെ കൊളസ്ട്രോൾ എസ്റ്റർ ബ്ലഡിലേക്ക് പുറത്തേക്ക് വരുമ്പോൾ അവിടെ വന്ന് പ്ലേറ്റ്ലെറ്റ്സ് ക്ലംപിങ് വരുന്നു, പ്ലേറ്റ്ലെറ്റ്സ് കട്ടുപിടിക്കുന്നു, പ്ലസ് RBC, WBC എല്ലാം ഈ ബ്ലഡിലെ എലമെൻറ്റ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ ഒരു ചെറിയ ക്ലോട്ട് ഉണ്ടാകുന്നു, വലുതാകുന്ന ഒരു ത്രോംബസ് ഫോം ചെയ്യുന്നു. പെട്ടെന്ന് രക്തക്കൊല അടഞ്ഞു പോകുന്നു. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ ഫുൾ കട്ടാവുന്നു. ആ ഒരു ഭിത്തിയിലേക്ക് കംപ്ലീറ്റ് ബ്ലഡ് ഫ്ലോ ഇല്ലാതാവുന്നു. ഹൃദയത്തിൻ്റെ ഒരു ഭിത്തി കംപ്ലീറ്റ് നിർജ്ജീവമായി പോകുന്നു. സഡൻ അറ്റാക്ക്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഒരു ഭിത്തി നിർജ്ജീവമായി, മറ്റേ സൈഡ് മാത്രം പമ്പ് ചെയ്തിട്ടെങ്കിൽ ബ്ലഡ് പമ്പ് ചെയ്ത് പോവില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ സഡനായിട്ടുണ്ടാകുന്ന അറ്റാക്ക് നമ്മൾ പറയുന്ന സംഭവം. ഓക്കെ, ഇതിനേക്കാൾ ഉപരി നിങ്ങൾ കാണേണ്ടത്, ഹൃദയത്തിൻ്റെ ഭിത്തിയിലെ കൊറോണറി ആർട്ടറികളിൽ ധാരാളം ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പ്രോൺ ഫോർ എനിത്തിങ്. ആ ഹൃദയത്തിൻ്റെ ഭിത്തി വളരെ വീക്കാണ്, രക്തോട്ടം കുറവാണ്. റൈറ്റ്. നമ്മൾ ജനിക്കുന്നതിന് 2 മാസം മുമ്പ്, 7-ാം മാസം തൊട്ട് മരിക്കുന്ന അന്ന് വരെ കണ്ടിന്യൂസ് ആയിട്ട്, കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഏത് സെക്കൻഡിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അവയവമാണ് ഹൃദയം എന്ന് ഓർക്കണം. റൈറ്റ്. അത്രയും വ്യായാമം ചെയ്തുകൊണ്ടാണ് ഹൃദയം നിങ്ങളെ 60, 70, 80 വയസ്സ് വരെ കൊണ്ടുപോകുന്നത്. പക്ഷെ ആ ഹൃദയത്തിൻ്റെ പേശികളിലേക്ക് വേണ്ടത്ര വായു, വെള്ളം, ഭക്ഷണം കിട്ടാതെ വന്നാൽ ഹൃദയം എന്ത് ചെയ്യാനാണ്? പക്ഷെ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഹൃദയം റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്ന ആളാണ്. ആ ഹൃദയത്തിനെ കൊണ്ട് വേറെ വ്യായാമമൊന്നും ചെയ്യിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കൊഴുപ്പടിയുന്നത് ജനറലൈസ്ഡ് ആയിട്ട് കൊഴുപ്പടിയുന്നതിൻ്റെ ഒപ്പമാണ് അകത്തും അടിയുന്നതെന്ന് പഠിക്കുക. സോ നിങ്ങളുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കുകയും അനാവശ്യമായി അടിഞ്ഞു കിടന്ന വിസറൽ ഫാറ്റ്, അബ്ഡമിനൽ ഫാറ്റ്, ഓവറോൾ ബോഡിയിലാകെ കിടക്കുന്ന അഡിപ്പോസൈറ്റ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പ്, ഈ കൊഴുപ്പ് മാക്സിമം ക്ലീൻ ചെയ്ത ബോഡി വെയ്റ്റ് കുറക്കുക.
പ്ലാൻഡായിട്ട് എല്ലാ മസിലും കൊണ്ട് എക്സസൈസ് ചെയ്ത് മാക്സിമം ഗ്ലൂക്കോസും കൊഴുപ്പും ബേൺ ഔട്ട് ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്ത് ഓക്സിജനേഷൻ ഉറപ്പാക്കുക നന്നായിട്ട്. കൃത്യമായിട്ട് എയറോബിക് എക്സസൈസ്, കാർഡിയക് എക്സസൈസ്, വളരെ മൈൽഡ് കാർഡിയക് എക്സസൈസുകൾ ചെയ്തിട്ട് അത് പതുക്കെ പതുക്കെ കൂട്ടി കൊണ്ടുവന്ന് വളരെ പ്ലാൻഡായിട്ട് ബോഡി ട്യൂൺ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ചെറുപ്പക്കാർക്കൊന്നും ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഉപേക്ഷയാണ്. എനിക്കൊന്നും വരില്ല. ചെറുപ്പക്കാരന് പ്രമേഹം ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും ഷുഗർ 300-400 ആയിരിക്കും. കാരണം ചെക്കപ്പ് നടത്തില്ല. ഇത് പ്രഷർ നോക്കുമ്പോഴേക്കും 150-200 എത്തിയിട്ടെന്ന് അറിയാൻ പലരും. കാരണം എനിക്ക് വരില്ല എന്നൊരു ആത്മവിശ്വാസത്തിൽ നിങ്ങളാരും ചെക്കപ്പ് നടത്തില്ല എന്നുള്ളതാണ്. സോ കറക്റ്റായിട്ട് കൃത്യസമയത്ത് ഒരു 6 മാസം കൂടുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. എന്തെങ്കിലും ഒരു വേരിയേഷൻ ഫ്ലക്ച്വേഷൻ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു അടുത്ത 2-3 മാസം അടുപ്പിച്ചെങ്കിലും ചെക്ക് ചെയ്യുക. സോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ആരോഗ്യവും ആയുസ്സുള്ളിടത്തോളം കാലമല്ലേ ഈ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ചെറുപ്രായത്തിൽ നിന്ന് കിടപ്പിലായിപ്പോയാലോ, ചെറുപ്രായത്തിൽ അറ്റാക്ക് അടിച്ച് പോകുന്നു, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചെറുപ്രായത്തിൽ ഒരു വെജിറ്റബിൾ പോലെ ആയി ജീവിക്കുന്നതിൻ്റെ അർത്ഥമുണ്ടോ? ഒന്ന് ചിന്തിച്ചൂടെ? നിങ്ങൾക്കല്ലേ ഇത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്കല്ലേ ഇത് തടയാൻ പറ്റൂ. സോ കേടായ ശരീരങ്ങളെ റിപ്പയർ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് കൺസെപ്റ്റിലേക്ക് നിങ്ങൾ പോകണോ, അല്ലെങ്കിൽ ശരീരങ്ങൾ കേടാകാതെ നോക്കുന്ന ഒരു സർവീസ് സെൻ്ററിൻ്റെ കൺസെപ്റ്റിലാണ് കൊണ്ടുപോകേണ്ടത്? നിങ്ങൾ കാർ എന്താ ചെയ്യുക, ബൈക്ക് എന്താ ചെയ്യുക? ഇതുപോലെ തന്നെ ശരീരത്തെയും സൂക്ഷിക്കണ്ടേ? അത് നിങ്ങളുടെ ജോലിയല്ലേ? ഇത് ആര് വന്ന് ചെയ്ത് തരുന്നതാണ് നിങ്ങളുടെ വിചാരം? സോ ക്വാളിറ്റിയുള്ള ഡയറ്റ്, പ്ലാൻഡായിട്ട് ഡയറ്റ് കഴിച്ചിട്ട് വളരെ പ്ലാൻഡായിട്ട് വ്യായാമങ്ങൾ ഒരു അരമണിക്കൂർ സമയം ഡെയിലി നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചൂടെ? ജനിച്ച അന്നോട്ട് മരിക്കുന്ന അന്നൊരു കൂടെയുള്ള ഈ ശരീരം, ജനിക്കുന്നതിന് മുമ്പേ മെടിക്കാൻ തുടങ്ങുന്ന ഹൃദയം, ഇത് രണ്ടും ഒന്ന് കേടാകാതെ നോക്കാൻ ഒന്ന് ശ്രമിച്ചൂടെ? വലിയ സാക്രിഫൈസ് ഒന്നും വേണ്ട. ഒരു അരമണിക്കൂർ രാവിലെ നിന്ന് വർക്കൗട്ടിന് ശീലം ഉണ്ടാക്കുക. അഥവാ രാവിലെ പറ്റണമെങ്കിൽ വൈകുന്നേരം ചെയ്യുക. അതിൻ്റെ പ്ലാനിങ് കറക്റ്റാക്കുക. ആൻഡ് അല്പം ക്വാളിറ്റിയുള്ള ഭക്ഷണം ശീലിച്ചാൽ പോരെ.